ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീലത. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ കൌടില്യ സാമ്പത്തിക സമ്മേളനത്തിന്റെ 3ാം പതിപ്പിനെ അഭിസംബോധന ചെയ്യും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. ഹരിത പരിവർത്തനത്തിന് ധനസഹായം നൽകൽ, ഭൌമ സാമ്പത്തിക വിഘടനവും പ്രത്യാഘാതങ്ങളും, പ്രതിരോധ ശക്തി നിലനിർത്തുന്നതിനുള്ള നയ നടപടികൾ തുടങ്ങിയവ ചർച്ചയാകും. സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. സ്വയം പര്യാപ്തതയിലൂടെ ഭക്ഷ്യസുരക്ഷ കൈവരിക്കുന്നതിനുള്ള കൃഷ്യോന്നതി യോജനയ്ക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. രാജ്യത്തെ ജയിലുകളിൽ തടവുകാർക്ക് തൊഴിൽ നൽകുന്നതിൽ ജാതി വിവേചനം പാടില്ലെന്ന് സുപ്രീംകോടതി. ഇതു സംബന്ധിച്ച നിർണായക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ജയിൽ മാനുവലുകൾ 3 മാസത്തിനകം പരിഷ്കരിക്കാനും ജാതി വിവേചനം നിലനിൽക്കുന്ന വകുപ്പുകൾ നീക്കം ചെയ്യാനും എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. ജർമ്മൻ ചാൻസലറുടെ സുരക്ഷാ വിദേശ നയ ഉപദേഷ്ടാവ് ജെൻസ് പ്ലോട്ട്നറുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വരാനിരിക്കുന്ന ഇന്ത്യ ജർമ്മനി ഭരണകൂടതല സംവാദങ്ങൾക്കായുള്ള തയ്യാറെടുപ്പുകൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 446 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗുജറാത്ത് ടൂറിസം സംഘടിപ്പിക്കുന്ന വൈബ്രന്റ് ഗുജറാത്ത് നവരാത്രി ഉത്സവത്തിനും കേന്ദ്രമന്ത്രി തുടക്കം കുറിക്കും. ADC ബാങ്കിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ഗാന്ധിനഗറിലെ മഹാത്മാ മന്ദിറിൽ നടക്കുന്ന പരിപാടിയിൽ ഉൾപ്പെടെ ശ്രീ ഷാ നാളെ പങ്കെടുക്കും. സംസ്ഥാനത്തെ കർഷകർക്ക് മൃഗസംരക്ഷണ വകുപ്പിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും ധനസഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിച്ചു. നിലവിലുള്ള നഷ്ടപരിഹാരങ്ങൾക്ക് പുറമെ പാമ്പുകടി, വിഷബാധ എന്നിവ കാരണം ഉരുക്കൾ നഷ്ടപ്പെടുന്ന കർഷകർക്കും ഇതുപ്രകാരം നഷ്ടപരിഹാരം നൽകുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. കിരീടം സിനിമയിലെ കീരിക്കാടൻ ജോസ് എന്ന കഥാപാത്രത്തിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ നടൻ മോഹൻരാജ് അന്തരിച്ചു. ഏറെ നാളായി പാർക്കിൻസൺസ് രോഗബാധിതനായിരുന്നു. 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. 1968 സൈനിക വിമാന അപകടത്തിൽ മരിച്ച പത്തനംതിട്ട ഇലന്തൂർ സ്വദേശിയായ സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2-ന് സൈനിക ബഹുമതികളോടെ ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടക്കും. തിരുവനന്തപുരത്ത് എത്തിച്ച ഭൌതിക ശരീരത്തിൽ പ്രധാനമന്ത്രിക്ക് വേണ്ടി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പുഷ്പചക്രം സമർപ്പിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം 2025 ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് നടത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഡിസംബർ 3 മുതൽ 7 വരെ നടത്താനായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. ഡിസംബർ 4-ന് നാഷണൽ അച്ചീവ്മെന്റ് പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിലാണ് തീയതി മാറ്റിയത്. ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരായ ഇസ്രായേലിന്റെ സൈനിക ആക്രമണങ്ങൾ തുടരുന്നു. വടക്കൻ ഗസ അതിർത്തിയിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസ് തലവൻ റൌഹി മുഷ്താഹ ഉൾപ്പെടെ 3 നേതാക്കൾ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു. തെക്കൻ ലെബനനിലെ 20-ലധികം പട്ടണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. 6ാമത് വാർഷിക ഫ്യൂച്ചർ ഫുഡ് ഫോറം ദുബായിൽ സംഘടിപ്പിച്ചു. ഭക്ഷ്യമേഖലയിലെ സുസ്ഥിരത ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിൽ വ്യവസായ പ്രമുഖർ, സർക്കാർ പ്രതിനിധികൾ, അക്കാദമിക മേഖലകളിലെ വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു. ഭക്ഷ്യരംഗത്തെ ഗുണകരമായ മാറ്റങ്ങളും നവീകരണങ്ങളും സംബന്ധിച്ച ചർച്ചകൾക്കും ഫ്യൂച്ചർ ഫുഡ് ഫോറം വേദിയായി. പെറുവിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഷൂട്ടിംഗ് ഫെഡറേഷൻ ജൂനിയർ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 15 മെഡലുകളോടെ ഇന്ത്യ ഒന്നാമത്. 10 സ്വർണവും 1 വെള്ളിയും 4 വെങ്കലവുമാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ഇന്നലെ വനിതകളുടെ 50 മീറ്റർ റൈഫിൾ 3 പൊസിഷനിൽ വെങ്കലം സ്വന്തമാക്കിയ ഖുഷിയാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യയ്ക്കായി മെഡൽ കരസ്ഥമാക്കിയത്. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവർക്ക് സഭ ആദരാഞ്ജലി അർപ്പിക്കും. സർക്കാർ കാര്യങ്ങളും അനൌദ്യോഗിക അംഗങ്ങളുടെ കാര്യങ്ങളുമാണ് ഈ മാസം 18 വരെ നീളുന്ന സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ 3ാം പതിപ്പ് 2025 ജനുവരി ആദ്യവാരം സംഘടിപ്പിക്കും. നിയമസഭാ സാമാജികരെ ഉൾപ്പെടുത്തി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് ഒരുക്കങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പരിസ്ഥിതിയും വന്യജീവിയും സംബന്ധിച്ച വാതാവരൺ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജീവിതത്തിന് തണ്ണീർത്തടങ്ങൾ എന്നതാണ് 3 ദിവസത്തെ ചലച്ചിത്രമേളയുടെ പ്രമേയം. പാരിസ്ഥിതികവും സാമ്പത്തികവുമായ പ്രത്യേകതകൾ കൊണ്ട് തണ്ണീർത്തടങ്ങൾ രാജ്യത്തിന് വളരെ പ്രധാനമാണെന്ന് പരിസ്ഥിതി മന്ത്രാലയത്തിലെ വനം ഡയറക്ടർ ജനറൽ ജിതേന്ദ്രകുമാർ പറഞ്ഞു. രാജ്യാതിർത്തിയിലൂടെയുള്ള കടുവ കടത്ത് തടയുന്നതിനായി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ന്യൂഡൽഹിയിൽ പ്രാദേശിക അന്വേഷണ യോഗം ചേർന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.